ഹായ്. ഇന്നിപ്പോൾ ദേവരാജ മാർക്കറ്റിലാണുള്ളത്. സൺഡേ ആയതുകൊണ്ട് അക്കുന് തെറാപ്പി ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ ശാലേട്ടൻ വന്ന സമയത്ത് നമ്മൾ ഉച്ചയ്ക്ക് മാർക്കറ്റ് കാണാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ മാർക്കറ്റിലെ കാഴ്ചകളാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഏഞ്ചൽ കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നടക്കുന്നത് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെയല്ല, മാർക്കറ്റിൻ്റെ പുറത്തു കൂടെ കേട്ടോ. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. പുറത്ത് തന്നെ ഇതാ ഇഷ്ടം പോലെ കച്ചവടം ഉണ്ട് കേട്ടോ. ഇവിടെ അധികം കാണുന്നത് ഫ്രൂട്ട്സ് ആട്ടോ. പഴമൊക്കെ കണ്ടു ഇങ്ങനെ താഴത്തൂടെ വെച്ച് ആ വെച്ചിട്ട രീതിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഈ മാർക്കറ്റിൻ്റെ നേരെ മുന്നിൽ തന്നെ നമുക്കൊരു ക്ലോക്ക് ടവർ കാണാൻ പറ്റും. സൂപ്പർ പാളയത്തിനേക്കാട് വലുത്. ഈ മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മൈസൂരിലെ തന്നെ ഏറ്റവും പഴക്കം ചെയ്യുന്ന മാർക്കറ്റുകളിൽ ഒന്നാട്ടോ ദേവരാജ മാർക്കറ്റ്. ടിപ്പു സുൽത്താൻ്റെ കാലത്തോളം പഴക്കമുള്ള മാർക്കറ്റാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ വിൽക്കുന്ന ഒരു ആഴ്ച ചന്തയായിരുന്നു. പിന്നെ ഓരോ രാജവംശത്തിൻ്റെ കീഴിലാണ് ഇതുപോലെ മാർക്കറ്റ് രൂപാന്തരപ്പെട്ട് വന്നത്. വിട്ടുപോകാതെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മൈസൂരിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ ഈ മാർക്കറ്റ്. ഇനിയിപ്പോൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകാം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണേ. 1925 ദൊഡ്ഡ ദേവരാജ വോഡയാറുടെ പേരിലാട്ടോ ഈ മാർക്കറ്റ് അറിയപ്പെടുന്നത്. ഈ രാജാക്കന്മാരുടെ പേരൊക്കെ ഫസ്റ്റ് പറയുമ്പോൾ കുറച്ച് പണിയുണ്ട് കേട്ടോ. സിറ്റിയുടെ നടുക്ക് ഏകദേശം 3 ഏക്കറോളം സ്ഥലത്താട്ടോ ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ആദ്യം തന്നെ കണ്ടത് പൂക്കളാട്ടോ. ഈ ഒരു ഏരിയ മൊത്തം, ഈ ഒരു സെക്ഷൻ മൊത്തം പൂക്കളാണ്. പല നിറത്തിലുള്ള വെറൈറ്റി പൂക്കളാട്ടോ ചുറ്റുള്ളത്. കണ്ടിട്ടും മതിയാവുന്നില്ല. ഞാൻ അധികം ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇതിൻ്റെ ഇടയിൽ മാർക്കറ്റിൽ വെച്ച് രാജേണ്ണനെ കണ്ടു കേട്ടോ. സാമിയാണ്. അപ്പോൾ പൂജയ്ക്കുള്ള പൂക്കൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. അയ്യോ, എവിടെ നോക്കിയാലും പൂക്കൾ. എന്ത് സ്മെല്ലാണെന്നറിയോ വരുന്നത്. അടിപൊളി സ്മെല്ലാട്ടോ. ഇതിൽ നടക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ലൈവായിട്ട് മാല കിട്ടുന്നത് കാണാം കേട്ടോ. അതൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ പറഞ്ഞല്ലോ ഒന്ന് തിരക്ക് കൂടുതലാണ്. അപ്പോൾ ആ തിരക്കിൽ നമ്മൾ തട്ടിമുട്ടി മുന്നോട്ട് പെട്ടെന്ന് പോവുക. അപ്പോൾ വീഡിയോ അത്ര ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. എല്ലാ ടൈപ്പ് പൂക്കളും ഇവിടെ ഉണ്ട് കേട്ടോ. ഡെക്കറേഷൻ ആവശ്യമായ നമ്മളെ വിദേശീനം പൂക്കളും ഇവിടെ ഉണ്ട്. അയ്യോ, ഇതൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. എനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. എല്ലാം കൂടി ഒരു കുടക്കയിൽ വേണമെങ്കിൽ പറയാം. എല്ലാ സാധനവും ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടൊന്നും പറയുന്നത് വെറുതെ ഒന്നുമില്ല കേട്ടോ. ആ തേങ്ങയൊക്കെ വെച്ച് കണ്ടില്ലേ. ഇത് ഇവിടെ മൊത്തം ഫ്രൂട്ട്സ് ആട്ടോ. പല വെറൈറ്റി ഫ്രൂട്ട്സാണ് ഉള്ളത്. പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. ആവശ്യത്തിലധികം വൃത്തിയുള്ള ഒരു മാർക്കറ്റ് തന്നെ കേട്ടോ ഇത്.
ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ 3 വലിയ ഇടനാഴി പോകുന്നുണ്ട്. ആ ഇടനാഴിൻ്റെ 2 സൈഡിലാണ് ഇങ്ങനെ കടകളുള്ളത്. അതിൻ്റെ നടുക്ക് കൂടിയാണ് നമ്മളത് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. ഇവിടെ ഓരോന്നും ഓരോ സെക്ഷനാണ്. ഫ്രൂട്ട്സ് വേറൊരു സ്ഥലത്ത്, പച്ചക്കറി വേറെ, പിന്നെ ലേഡീസ് ഐറ്റംസ്, മലവള, കമ്മൽ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വേറൊരു സെക്ഷൻ, പിന്നെ നമുക്ക് പൂജയ്ക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ അത് വേറൊരു സെക്ഷൻ കേട്ടോ. അങ്ങനെ ഓരോ ഏരിയയിലും ഓരോന്നാണുള്ളത്. ഈ മാർക്കറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ കേട്ടോ ഇത്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള കടകൾ മൊത്തം ഫാൻസി ടൈപ്പ് ഓർണമെൻറ്റ്സ് ആണ്. അയ്യോ, ഇവിടെ നിന്ന് പോരാൻ ഇവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. വാ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയെ നോക്കിയാൽ. നല്ല വർക്ക് കേട്ടോ. കണ്ടാൽ കുറച്ച് ഹെവി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. ഇനിയിപ്പോൾ അതാ നമ്മൾ ഏതായാലും പുറത്തിറങ്ങാൻ നിൽക്കുകയാണ്. ഒന്നാമത് ഇവിടെ തിരക്കുണ്ട്. അപ്പോൾ അക്കുവിനെ എടുത്ത് അധികം നേരം നടക്കാൻ പറ്റുന്നില്ല. ശാലേട്ടൻ തന്നെയാണല്ലോ അക്കുവിനെ എടുക്കുന്നത്. കണ്ടോ വായേൻ്റെ ഇലയൊക്കെ കൊണ്ടുപോകുന്നത്. ഇവലൊക്കെ എൻ്റെ തലക്കിട്ട് നല്ല തട്ട് തിന്നിട്ടാട്ടോ പോകുന്നേ. ഇവിടെ മൊത്തം ഇതുപോലെ ഈ ഫാൻസി ടൈപ്പ് ഓർണമെൻറ്റ്സിൻ്റെ കടകളാണുള്ളത്. നല്ല തിരക്കുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ട് അതിന് ചുറ്റും വാങ്ങാൻ നിൽക്കുന്നത്. ഒരാൾക്ക് ഇതിലിങ്ങനെ കഷ്ടിച്ച് നടന്നു പോകാനോ പറ്റുള്ളൂ. ഇനിയിപ്പം ഞങ്ങൾക്ക് വീട്ടിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചവിട്ടിയൊക്കെ വേണം. അതിന് റേറ്റ് ഒക്കെ ചോദിക്കട്ടെ. നാലെണ്ണത്തിന് 100. ഇതിഷ്ടു ಅದು 100 ರೂಪಾಯಿ 3 ಬ್ಲಾಕ್ ಇದೆಲ್ಲ 100 100 ರೂಪಾಯಿ 3 100ಗೆ 3 100 രൂപയ്ക്ക്. ഇതോ ಅದು ಒಂದಕ್ಕೆ 100 ಇರುತ್ತೆ 150 ಜೊತೆಗೆ ഇത് എടുക്കല്ലേ? ಓಕೆನಾ ಬೇರೆ ഫില്ലോ ಎಷ್ಟು? 100 ಕಾಟನ್ 100 ಅದು 150 ഒരു തലയണി 100 രൂപക്ക് 3 ചവിട്ടി വാങ്ങിച്ചേ. തലയണയ്ക്ക് ഒന്നിന് 150 പറഞ്ഞേ. പക്ഷെ അത് അവർ 100 രൂപയ്ക്ക് തന്നു. ഫില്ലോ കവർ കോട്ടൺ വാങ്ങാനെ? കോട്ടൺ ടൈಪ್. ಇದು ಕಾಟನ್ ಇದು 120 ಇದು 150 ಜೊತೆ 120 120 150 സെറ്റ് ಒಂದು ಪೀಸ್ ಅಲ್ಲ ಸೆಟ್ സെറ്റ് 120 150 120. ಎಷ್ಟು ಜೊತೆ ಬೇಕು ಒಂದು ಸೆಟ್. ಇದು ಬೆಡ್ಶೀಟ್ ಸಿಂಗಲ್ ಡಬಲ್. ഞങ്ങളിതാ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകും കേട്ടോ. എന്നോട് പറഞ്ഞ് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോ, വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനമൊക്കെ വാങ്ങിച്ചോന്നാ. എല്ലാം വാങ്ങി കഴിഞ്ഞപ്പോൾ 700 രൂപയെ. അപ്പം എന്നോട് പറയാം എന്നെയും കൊണ്ട് വന്നിട്ട് 700 രൂപയെന്ന്. 700 ആയുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്നെയും കൊണ്ട് നടന്നിട്ട്. നല്ലോണം ഞാൻ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ ശാലേട്ടൻ്റെ പോക്കറ്റ് കാലിയാവും. നമ്മൾ അവിടുന്ന് സാധനമൊക്കെ വാങ്ങിയപ്പം ആകെ 700 രൂപയായിട്ടോ ആയത്. പക്ഷേ അവർ ഡിസ്കൗണ്ടൊക്കെ തന്നു കേട്ടോ. ഒരുവിധം എല്ലാ കാര്യങ്ങളും ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലും ചുറ്റുവട്ടത്തായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുമേ. പിന്നെ ആദ്യം ഇവർ ഒന്ന് കുറച്ച് റേറ്റ് കൂട്ടി പറയും. അപ്പം നമ്മളത് വില പേശുന്നതനുസരിച്ച് വില കുറച്ച് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അതൊന്നും ഇവിടെ വരുന്നവർക്ക് ശ്രദ്ധിക്കുക. ഇതാട്ടോ ഇവിടുത്തെ ഫേമസ് ആയ ഗുരു സ്വീറ്റ്സ്. മൈസൂർ പാക്കിൻ്റെ ഒറിജിനൽ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. രാജാവിന് ഉണ്ടാക്കി കൊടുത്ത അതേ രുചിക്കൂട്ടിലാട്ടോ ഇവിടെ ഇപ്പോഴും മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നത്. 100 ರೂಪಾಯಿ ಕೆಜಿ വേണ്ട വാ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഇവര് വില കൂട്ടി കൊണ്ടുവരും. പിന്നെ നമ്മൾ വേണ്ടാന്ന് പറയുമ്പോൾ പിന്നെയും വില കുറച്ച് കൊണ്ടുവരും കേട്ടോ. ഈ താമരമൊട്ട് മാവിൻ്റെ ഇലയൊക്കെ കണ്ടില്ലേ? ഈ മാവിൻ്റെ ഇലയൊക്കെ ഇവിടെയുള്ള ആൾക്കാർ വീടിന്റെ മുന്നിൽ തൂക്കിയത് കാണേ. അക്കുസേ അക്കോ അപ്പുറം പോയേക്കുക എവിടെ അവിടെ അക്കോ? സയാജിറാവ് റോഡിലാട്ടോ ദേവരാജ മാർക്കറ്റുള്ളത്. ആ ദേവരാജ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ കോഴിക്കോടൊക്കെ മിഠായി തെരുവില്ലേ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പോകുന്നത്, അതേപോലെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് ഡ്രസ്സും ചെരുപ്പും ബാഗൊക്കെ വില കുറവിൽ കിട്ടുന്നത് അവിടെയാട്ടോ ഇപ്പോൾ ഞങ്ങളുള്ളത്. ശാലേട്ടൻ എന്താ ബെൽറ്റ് വാങ്ങാൻ കയറിയതാണ്. ശരണേജിയൊക്കെ മൈസൂരുള്ള സമയത്ത് ഞാനും ശരണേജിയും കൂടി ആദ്യം സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് വന്ന സ്ഥലമാട്ടോ ഇത്. അന്ന് ഞങ്ങൾ വേറെ 2 ഫ്രണ്ട്സാട്ടോ ഇവിടെ കൊണ്ടുവന്നു. പിന്നെ 2 ചുരിദാറൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോയത്. നല്ല കളക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ റേറ്റും കുറവാട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ചാനലിലുണ്ട്. ഞങ്ങൾ ആദ്യത്തെ സ്ട്രീറ്റ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കയറി കാണാം കേട്ടോ. അപ്പം ഞാൻ അധികം അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പം ഞങ്ങളിതാ പോവുകയാണ്.
അവിടെ ദൂരെ ഒരു കവാടം കണ്ടോ, അവിടെ ഇപ്പോഴും എക്സിബിഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മൈസൂർ പാലസിൻ്റെ മുന്നിൽ കൂടിയാണ് പോകുന്നത്. പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ടൂർ വരില്ല അധികം മൈസൂരിലേക്കൊക്കെ കഴിഞ്ഞല്ലോ, അന്നൊന്നും വരാൻ പറ്റിയില്ല. അപ്പം പിന്നെ വിചാരിക്കരുത് ഇതൊക്കെ എങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ പറ്റണേന്ന്. ഇപ്പം അതിൻ്റെ മുന്നിൽ കൂടിയാണ് ഡെയിലി പോകുന്നത്. ഓരോ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ നടക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കണ്ടില്ലേ. നമ്മൾ ഈ വഴി നേരെ പോയാൽ നാട്ടിലേക്ക് എത്തട്ടോ. നമ്മൾ നാട്ടിലേക്ക് പോകുന്ന റൂട്ടാണ്. ഇപ്പം ഇതിലേ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ അവിടെ എക്സിബിഷൻ നടക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പക്ഷെ ഇത് പുറത്തുനിന്നുള്ള കാഴ്ചയാണ്, ഉള്ളിലേക്ക് ഞാനും ഇതുവരെ കയറിയില്ല. രാത്രിയാണ് അധികം പരിപാടി നടക്കുക. അപ്പം പിന്നെ രാത്രി തണുപ്പൊക്കെ ആയതുകൊണ്ട് അക്കുനെയും കൊണ്ട് അങ്ങനെ പോകുന്നപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. അഭിച്ച് മാർക്കറ്റിൽ പോയതാ? ആണോ? അപ്പൊ മാർക്കറ്റിൽ പോയതാ? നമ്മൾ പോവാന്ന് പറ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്ന് പറ. ബൈ.